കഴിച്ചു നോക്കുന്നവർ കൂടും പറയത്തില്ല ഇത് കപ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. കപ്പളങ്ങ കൊണ്ടൊക്കെ നല്ല ബജ്ജി ഉണ്ടാക്കാവേ. കപ്പളങ്ങ എന്ന് പറഞ്ഞാൽ പപ്പായ, നല്ല മുരുമുരാന്നുള്ള നല്ല സോഫ്റ്റ് പപ്പായ ബജ്ജി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബജ്ജിക്കുള്ള മാവ് റെഡിയാക്കി വെക്കാം. 1 കപ്പ് കടലമാവ് എടുത്തു, അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണേ. അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പം ബജ്ജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ ഇത്ര ഇട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കി വെക്കണം. നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഉള്ളൂ മാവ് നല്ല പൊങ്ങി കിട്ടത്തുള്ളൂ. ഇനി ഈ മാവ് കുറച്ച് നേരം അങ്ങ് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് പപ്പായ തൊലിയെല്ലാം കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഈ പീലറിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. സ്ലൈസറിൽ വെച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ നല്ല കനം കുറച്ച് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം സ്ലൈസ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബജ്ജി പൊരിച്ചെടുക്കാം. ഞാനിവിടെ പാരിസൺ അതിഥി റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ ഒരു ബജ്ജി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഓയിൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമുക്ക് ആ ഒരു കപ്പളങ്ങയൊക്കെ ഇല്ലേ, അത് നമ്മുടെ ആ ഒരു മാവിലേക്കിട്ട് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബജ്ജി ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്ന അങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചൊക്കെ ഇട്ടതിന് ശേഷം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ കളറാക്കിയിട്ട് കോരിയെടുക്കാം. ഈ ഒരു അതിഥി സൺഫ്ലവർ ഓയിലിൽ ഏത് സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ മുരുമുരാന്നുള്ള പപ്പായ ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തട്ടുകട ചമ്മന്തിയാണ് കേട്ടോ ഇതിന് അടിപൊളി. ഈ ചമ്മന്തിയുടെ റെസിപ്പി വേണമെങ്കിൽ ഈ റീൽ DM ചെയ്താൽ മതിയേ.